വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകം സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുന്നതിൽ. എന്താ വെച്ചാൽ മാതങ്കിയുടെ തുടക്ക ദിവസം ഇവിടെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാതങ്കിയുടെ ഫെസ്റ്റിവൽ നമ്മൾ കണ്ടു. അന്നും ഞാൻ കൂടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറിയിലും കൂടെ നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. വലിയ സന്തോഷം തന്നെയാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് നവ്യയ്ക്ക് മെസ്സേജ് ചെയ്യും. നവ്യ ഇങ്ങനെ ചെയ്യുന്നത് ഓരോന്നും ഇൻസ്പയറിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും. എങ്ങനെയാണത് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളി നമുക്ക് സാറും രജനിയും പറഞ്ഞു തന്നു കഴിഞ്ഞു കാര്യങ്ങൾ. ഇനി ഇത് കൂടുതൽ എന്താണ് പറഞ്ഞു തരേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ആരൊക്കെയോ ഇങ്ങനെ അറിയാണ്ട് കണ്ണടച്ച് വീഴുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചിലവരിങ്ങനെ എണീക്ക് എന്നൊക്കെ പറയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ചേച്ചി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞതൊക്കെ? ഒക്കെ മനസ്സിലേക്ക് കയറ്റിയോ? ഇവിടെ ഉണ്ടോ എല്ലാം? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ആളാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കും എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന്. അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചേച്ചിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, മാതങ്കി ഡാൻസ് സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം രചന പറഞ്ഞ പോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ എല്ലായിടത്തും പയറ്റിയൊക്കെ തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. എൻ്റെ വീട്ടിൽ ആരും ഡാൻസ് പഠിച്ചവരില്ല, കലയായിട്ട് ബന്ധമുള്ളവരില്ല. വേണമെങ്കിൽ കോളേജിൽ പോയ ആളുകൾ പോലും ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ കോളേജ് പഠിക്കാൻ ഫൈറ്റ് ചെയ്ത് കോളേജിൽ പോയ ഒരാളാണ്. ഡാൻസ് പഠിക്കാൻ ഞാൻ ഒരാഴ്ചയൊക്കെ പട്ടിണി കിടന്നിട്ടാണ് എന്നെ ഡാൻസിന് വിട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന ഒരാളാണ്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വന്ന് ഞാൻ പറയുകയാണ്, എനിക്കിങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല, കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പം അതിന്ന് മാക്സിമം നിങ്ങൾ ഗ്രാബ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്പേസ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത്. എവിടെന്നെങ്കിലുമൊക്കെ റെൻറ്റിനൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു കോർഡിനേറ്റഡ് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ എന്ത് വൃത്തിയായിട്ട് കോർഡിനേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര ലക്കിയാണ് ആ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാണ് വേണ്ടത്. അതല്ലാണ്ട് അയ്യോ അത് കിട്ടിയില്ലല്ലോ, ഇത് ശരിയായില്ലല്ലോ, ഇനി അങ്ങനെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിരിക്കുകയല്ല നിങ്ങൾ ലൈഫിൽ ചെയ്യേണ്ടത്. ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നന്നായി യൂസ് ചെയ്യുക. എല്ലാം ബെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എപ്പോഴും നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പെർഫോമറുടെ അടുത്ത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. അപ്പോഴാണ് നമുക്ക് സ്റ്റേജ് ടെക്നിക്സ് ഒക്കെ കുറച്ചും കൂടെ പറഞ്ഞു തരിക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറുണ്ട്. ടീച്ചർ നിങ്ങളെ ഇവിടെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നാളെ അതിനുള്ള നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.